നവംബർ 12 ഇന്ന് നമ്മളെ ചെക്കൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് വിഷ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇതൊക്കെ കാണുമ്പോൾ പലർക്കും കുരുപൊട്ടുന്ന അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിഷ് ചെയ്യാൻ തീരുമാനിച്ചതും. രാഹുല് നന്മകളുള്ള, പ്രതിസന്ധി ഘട്ടങ്ങളില്ലാത്ത, അജയ്യനായി കുതിക്കാൻ കഴിയുന്ന ഒരു കാലത്തിന്റെ തുടക്കമാവട്ടെ ഇന്നത്തെ ദിവസമെന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. കാരണം അയാളുടെ ജീവിതത്തില് കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടമായിരുന്നു. വലിയ വിവാദങ്ങള്, ബഹളങ്ങള്, മാധ്യമ വിചാരണകള്, പുകമറകള്, ആരോപണങ്ങള്, വ്യാജമായ വാദങ്ങള് ഒക്കെ നിറഞ്ഞു നിന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത്. ആ ഒരു വർഷം കടന്നു പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം അത് പൊതുപ്രവർത്തകന്റെ ജീവിതമാണ്. ആ പൊതുപ്രവർത്തകന്റെ ജീവിതം പൂർവാധികം ശക്തിയോടുകൂടി ഊർജസ്വലനായിക്കൊണ്ട് കരുത്താർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതല്ലെങ്കിലും ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് ഒരു ആശംസ നേരാതെ മുന്നോട്ട് പോകുന്നത് അത് ശരിയായ രീതിയല്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ തൻ്റെ തിരിച്ചുവരവ്, ആ തിരിച്ചുവരവിന് ശേഷമുള്ള നിയോജക മണ്ഡലത്തിന് പുറത്തും ഒക്കെ നടത്തുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ, ഒരു പ്രതിബദ്ധങ്ങളും ഇല്ലാതെ വളരെ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. തടയുമെന്ന്, കാലുകുത്താൻ അനുവദിക്കില്ലെന്ന്, ഞങ്ങൾ മൂക്കിൽ വലിക്കുമെന്ന് ഒക്കെ ഭീഷണിപ്പെടുത്തിയവര്, വെല്ലുവിളിച്ചവര്, അവകാശവാദങ്ങൾ ഉന്നയിച്ചവര്, അവരുടെയൊക്കെ മുന്നില് രാഹുല് വലിയ ശക്തനായിക്കൊണ്ട്, അജയ്യനായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. നിരന്തരമായ വികസന പ്രവർത്തനങ്ങള് പാലക്കാടിന്റെ മണ്ണില് അദ്ദേഹം തുടങ്ങി വെക്കുന്നു, പൂർത്തീകരിക്കുന്നു, ഈ പറയുന്ന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒക്കെ ഈ കഴിഞ്ഞ എസ്പെഷ്യലി ഈ തിരിച്ചു വരവിന് ശേഷമുള്ള രാഹുല് പാലക്കാട്ട് അജയ്യനാണ്, പാലക്കാട്ട് രാഹുൽ തരംഗമാണെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞതാണ്. വീണ്ടും അത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതൊന്നും പറയാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. എന്തൊക്കെയാണെങ്കിലും രാഹുലിനെ കാണുമ്പോൾ കുരുപൊട്ടി ഒലിക്കുന്ന ഒരു വിഭാഗം മറുഭാഗത്തുണ്ട്. ഇപ്പോഴും അവഹേളിക്കാനും അധിക്ഷേപിക്കാനും ഈ പറയുന്ന വിചാരണ ചെയ്യുവാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം നല്ല വ്യക്തമായ ബോധ്യമുള്ള ആള് തന്നെയാണ് രാഹുല്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ തടയും, ഞങ്ങൾ അലങ്കോലപ്പെടുത്തും, സംഘാടകർ തീരുമാനിക്കട്ടെ. രാഹുലിനെ വിളിച്ചിട്ട് നിങ്ങളുടെ പരിപാടി അലങ്കോലമാവണോ വേണ്ടയോ എന്ന് ഭീഷണി മുഴക്കിയ BJPയുടെ RSSന്റെ ആളുകൾ രാഹുലിന് മുന്നിൽ മുട്ടുമടക്കിയിട്ട് രാഹുൽ പങ്കെടുക്കുന്നിടത്ത്, രാഹുലിനെ കാണുന്നിടത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥകൾ അവർക്കുണ്ടാവുകയാണ്. അറ്റ്ലീസ്റ്റ് ഇറങ്ങി പോകുമ്പോൾ ഒരു മുദ്രാവാക്യം വിളിക്കാനെങ്കിലും ഇവരെ കൊണ്ട് സാധിച്ചോ? ഏതെങ്കിലും പരിപാടി അലങ്കോലപ്പെട്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രാഹുല് ഈ വിവാദങ്ങൾക്ക് ശേഷം പാലക്കാട് എത്തിയ രാഹുൽ പാലക്കാട് പങ്കെടുത്ത ഏതെങ്കിലും ഒരു പരിപാടി അലങ്കോലപ്പെട്ടോ? ഏതെങ്കിലും ഒരു പരിപാടി പരാജയപ്പെട്ടോ? ഏതെങ്കിലും ഒരു പരിപാടി നടക്കാതെ പോയോ? എല്ലാം പൂർവാധികം ശക്തിയോടുകൂടി വലിയ ജനപങ്കാളിത്തത്തില് വലിയ വിജയമായിട്ട് നടന്നു എന്നുള്ളതല്ലേ നമ്മളെല്ലാവരും കണ്ടത്. എവിടെയെങ്കിലും രാഹുൽ പങ്കെടുത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പരിപാടി നടക്കാതെ പോകുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ആകെ രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. അത് പിരായിരിയിലോ കണ്ണാടിയിലോ എവിടെയോ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ ഈ പറയുന്ന DYFIയുടെ ഗുണ്ടകള്, SFIയുടെ ക്രിമിനൽ കൂട്ടങ്ങള്, ആ ക്രിമിനൽ കൂട്ടങ്ങൾ 1-2 മുദ്രാവാക്യം വിളിച്ചു എന്നല്ലാതെ അവിടെയും രാഹുൽ മാസാവുകയാണ് ഉണ്ടായത്, അല്ലേ? രാഹുലിനെ തളക്കാൻ കഴിയാത്ത വിധം വണ്ടി തടയാൻ വണ്ടി തടഞ്ഞോളൂ, പക്ഷെ നടന്നു പോകാൻ ബുദ്ധിമുട്ടില്ല എന്ന് നമ്മുടെ അവിടെ കണ്ടില്ലേ? എവിടെ? അത് തന്നെ ആ സീനിനെ ഓർമ്മിപ്പിക്കും വിധം, അല്ലെങ്കിൽ അതിനെ റീക്രിയേറ്റ് ചെയ്യും വിധം രാഹുൽ ഷോ കാണിക്കുകയാണുണ്ടത്. ആ പരിപാടിയിലെ ജനപങ്കാളിത്തവും അവിടെ രാഹുലിനെ സ്വീകരിച്ച ആളുകളും അവിടെ നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മൾ കേട്ടതാണ്. അതിന്റെ പിറകെ
പിന്നീട് ഒരു പരിപാടിയിലും രാഹുലിനെതിരെ ഒരു പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ രാഹുലിനെ തടയാനോ ആരും നിന്നിട്ടില്ല. അതിനുള്ള കാരണം എന്താ? കാരണം രാഹുലിനെ തടയാൻ ചെന്ന് കഴിഞ്ഞാൽ തടയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഊർജമാവുകയാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുവാനുള്ള വഴിയായി മാറുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന മാപ്രകളും മാറി നിന്നു. ഈ പറയുന്ന പ്രതിഷേധക്കാർ ആ വഴിക്ക് എവിടെയും കാണില്ല. രാഹുലിന്റെ കൂടെ രാഹുലത്തെ വേദിയിൽ നിന്ന് BJPയുടെ പ്രതിനിധി വാ മൂടിക്കെട്ടിക്കൊണ്ട് തുന്നിക്കെട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അറ്റ്ലീസ്റ്റ് ഒരു പറയുന്ന ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോ ഞാൻ രാഹുലിനെതിരെ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്, ഒരു മുദ്രാവാക്യം വിളിച്ചു കൊണ്ടുപോകാൻ ഉള്ള ഒരു നട്ടല് അതും ഇവർക്കാർക്കും ഉണ്ടായില്ല. അപ്പോ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് സടകുടഞ്ഞ് എഴുന്നേറ്റ് പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയ രാഹുല് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. രാഹുല് പാലക്കാട്ട് അജയ്യനാവുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു വലിയ തരംഗമാവുന്നതാണ് നമ്മൾ കണ്ടത്. BJPക്കാരനും CPIക്കാരനും CPMകാരനും ഒക്കെ കാലിൽ കുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളുകൾ തന്നെ രാഹുലിന്റെ കൂടെ നിന്നുകൊണ്ട് വേദി പങ്കിടുന്നതും രാഹുലിന്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതും രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് സമരങ്ങൾ നയിക്കുന്നതും നമ്മൾ കണ്ടു. പാലക്കാട് നമ്മൾ കണ്ടു. കണ്ണാടിയിൽ ഡാറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട സമരത്തില് ഈ പറയുന്ന LDFന്റെ വാർഡ് മെമ്പർ രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് രാഹുലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു ഇല്ലേ? ഈ പറയുന്ന എന്താ പറയേണ്ടത്, ഈ പാലക്കാട്ട് BJPയുടെ ആളുകൾ രാഹുലുമായി വേദി പങ്കിടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നിടത്ത് ആശാവർക്കർമാരുടെ സമരത്തില് ഈ പറയുന്ന രാഹുലിനോടൊപ്പം VV രാജേഷ് വേദി പങ്കിടുന്നത് നമ്മൾ കണ്ടു. ഇവിടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരതിനെ സ്വീകരിക്കുന്ന പരിപാടിയിൽ രാഹുൽ പങ്കെടുത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു എന്ന് പറയാൻ പോലും കഴിയാതെ അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന BJPക്കാരെ നമ്മൾ കണ്ടു. ഇവരൊക്കെ വാ തുന്നിക്കെട്ടിക്കൊണ്ടാണ് ഇറങ്ങിപ്പോയത്. ഒരാൾക്കും ഒരു വാക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, രാഹുൽ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നു. ഈ പറഞ്ഞ BJPയുടെ ശിവൻ ചോദിച്ചത്, നമ്മുടെ പ്രശാന്ത് ശിവനെ, ആ ശിവൻ ചോദിച്ചത് ഇയാളെന്താ വല്ല കഴിവുമുള്ള ദിവ്യസിദ്ധിയുമുള്ള വ്യക്തിയാണോ എന്നാണ് ചോദിച്ചത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെയുണ്ട്, ശാസ്ത്രമേളയിൽ പോയാൽ അവിടെയുണ്ട്. ഇപ്പുറം നമ്മുടെ കൊടിയേറ്റം നടന്നല്ലോ, ഞാൻ സ്ഥലപ്പേര് വിട്ടുപോയി, അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെയുണ്ട്. അഗ്രഹാരങ്ങളിലെ ഈ പറയുന്ന കൽപ്പാത്തിയിലെ രഥോത്സവത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് രാഹുല്. അപ്പോ എവിടെ ചെന്ന് കഴിഞ്ഞാലും രാഹുലുണ്ട്. പാലക്കാട് രാഹുലിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ ശിവൻ ചോദിച്ചതാ, ഇയാൾക്ക് എന്താ വല്ല സിദ്ധിയുണ്ടോ, ഈ പറയുന്ന സൂപ്പർ പവർ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ശിവൻ ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാടിന്റെ മണ്ണില് വലിയ ഒരു തരംഗം തന്നെയാണ്. അതോടൊപ്പം പാലക്കാട്ടെ ജനം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ വിവാദങ്ങൾ കൊണ്ടൊന്നും പാലക്കാട്ടിന്റെ ജനതയുടെ മനസ്സിൽ നിന്ന് രാഹുലിനെ പറിച്ചു മാറ്റാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അയാളുടെ സ്വീകാര്യതക്ക്, അയാളെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിന് യാതൊരുവിധ കുറവും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ രോമത്തിൽ തൊടാൻ ഇവർക്കാർക്കും സാധിച്ചില്ല. ഈ പറഞ്ഞ ഒരെണ്ണത്തിനും അത് നമ്മൾ പിന്നീടും കാണുകയാണ്. കാരണം ഇതൊക്കെ കാണുന്നവര് എല്ലാവരും ഇതൊക്കെ കാണുന്നുണ്ട്. കാണാതെ ഇരിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. കാരണം ഇതൊക്കെ പല രീതിയിൽ വീഡിയോകൾ ചിത്രീകരിച്ച് ദൃശ്യങ്ങളായിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടുന്ന പല ആളുകളുണ്ട്. ഒന്നിൽ ഈ പറയുന്ന CJP കൂട്ടുകെട്ട് ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് മാപ്രകൾ മറുഭാഗത്തുണ്ട്. മാപ്രകൾ കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രാഹുലിന്റെ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ. ഈ മാപ്രകളുടേത് മാധ്യമ പ്രവർത്തനമാണ് എന്ന് ചോദിച്ചാല് അതൊരു മറ്റൊരു വിഷയമാണ്. വലിയ ചർച്ചകൾ നടത്തേണ്ട വിഷയമാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. മാധ്യമ പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരിക്കലും മാധ്യമ പ്രവർത്തനമാകുന്നില്ല. ഇതൊരു ഇത്തരം കൂട്ടിക്കൊടുപ്പിന്റെ
സ്പർദ്ധയുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന, അധിക്ഷേപങ്ങൾ കുത്തി വിതറച്ചു വിടുന്ന ഒരു തരം പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇത് എന്നുള്ളതാണ്. അത് ഈ രാഹുൽ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും രാജ്യത്തും ലോകത്തും ഒക്കെ നടക്കുന്ന പല വിഷയങ്ങൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി ഏത് രീതിയിലേക്കാണ് പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് അജയ്യനായി പാലക്കാട് കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്ന രാഹുലിന്റെ ബർത്ത്ഡേ ആണെന്ന്, ജന്മദിനമാണ് ഇന്ന്. ആ ജന്മദിനത്തില് രാഹുലിന് ഒരു ആശംസ നേരാൻ വേണ്ടി മാത്രമാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എനിവേ, എല്ലാം അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ.